എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് +2 എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനെ പൂർണ്ണമായി എടുത്തുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടെ. ഒരു ചെറിയൊരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ കാര്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 5 കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ഒന്ന്, ഒരു സിമ്പിൾ ഇക്കോണമിയെക്കുറിച്ച്, അതിൻ്റെ കാഴ്ചപ്പാടുകൾ. രണ്ടാമത്, ഒരു സമ്പദ് വ്യവസ്ഥയിലെ കേന്ദ്ര പ്രശ്നം, സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി എന്താണ്, അതെങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്, മറ്റ് ചർച്ചകളൊക്കെയാണ്. മൂന്നാമത് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് വ്യത്യസ്ത ഇക്കോണമി, അതിൻ്റെ ഫീച്ചേഴ്സ്. അവിടെ ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ് ഇക്കോണമി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് അവിടെ നടത്തുന്നത്. പിന്നീട് ആ ചാപ്റ്ററിൽ വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം മൈക്രോ എക്കണോമിക്സ് അതുപോലെ മാക്രോ എക്കണോമിക്സ്. ഇവ എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം, ഏതൊക്കെ വിഷയങ്ങളാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഓരോന്നും നമുക്ക് ഇവിടെ സ്ലൈഡുകളിലൂടെ പരിശോധിക്കാം. ആദ്യം നമുക്ക് എക്കണോമിക്സിൻ്റെ ഒറിജിൻ നോക്കാം. ഓയിക്കണോമിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. ഓയിക്കണോമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് എന്നാണ്, ഗൃഹഭരണം. പിന്നീട് 1776 ആഡം സ്മിത്ത്, അദ്ദേഹമാണ് ഇക്കണോമിക്സിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 1776 ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ, ഈ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുകയാണ്. അതിന് ചുരുക്കമായിട്ട് അറിയപ്പെടുന്നത് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നതാണ് ഇക്കണോമിക്സിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ഇത് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കണം. ഈ കാര്യം നോട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ അറിയേണ്ടത് എക്കണോമിക്സ് എന്താണെന്നുള്ളത് പ്രമുഖരായിട്ടുള്ള 4 ഇക്കണോമിസ്റ്റുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലാദ്യത്തേത് എക്കണോമിക്സിൻ്റെ ഫാദറായിട്ടുള്ള ആഡം സ്മിത്ത് തന്നെയാണ്. ആഡം സ്മിത്തിൻ്റെ ഡെഫിനിഷനാണ് വെൽത്ത് സെൻറ്റേർഡ് ഡെഫിനിഷൻ, വെൽത്ത് ഡെഫിനിഷൻ എന്നറിയപ്പെടുന്നത്. അവിടെ അദ്ദേഹം പറയുന്നത് എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് നേഷൻസ്. വെൽത്ത് ഓർ സിംപ്ലി ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. ഈ ഡെഫിനിഷൻ ഇതുപോലെ പഠിച്ചു വെക്കുക എന്നുള്ളതിൽ പ്രാധാന്യമില്ല, അതിൻ്റെ ഒരാശയം മനസ്സിലാക്കി വെക്കുക. ആഡം സ്മിത്ത് പറയുന്നത് എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. വെൽത്തിനെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് ചുരുക്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വെൽത്ത് ഡെഫിനിഷൻ എന്നറിയപ്പെടുന്നു. ആഡം സ്മിത്തിൻ്റെ ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകമാണ്. ഇദ്ദേഹം വളരെയധികം ഓർത്തു വെക്കേണ്ട ഒരു എക്കണോമിക്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ആഡം സ്മിത്തും 1776 അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന, ചുരുക്കി പറയുന്ന വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നതും ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തതാണ്. ഇനി രണ്ടാമത്തെ എക്കണോമിക്സിലേക്ക് പോകുമ്പോൾ ആൽഫ്രഡ് മാർഷൽ, അദ്ദേഹം മെറ്റീരിയൽ വെൽഫെയർ സെൻറ്റേർഡ് ഡെഫിനിഷൻ, മറ്റൊരർത്ഥത്തിൽ വെൽഫെയർ ഡെഫിനിഷൻസ് അദ്ദേഹം അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്, ഒരു സാധാരണ ജീവിതത്തിൽ ഒരാൾക്ക് കിട്ടുന്ന സമ്പത്തിനെ കുറിച്ചോ അതിനെക്കുറിച്ച് മാത്രമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയല്ല, ആ സമ്പത്ത് വിനിയോഗിക്കുക വഴി അദ്ദേഹത്തിനുണ്ടാകുന്ന ക്ഷേമ ഐശ്വര്യങ്ങൾ, അതൊരു രാജ്യവും ഒരു വ്യക്തിയെപ്പോലെ തന്നെ ഒരു രാഷ്ട്രത്തിനും. അത്തരത്തിൽ ആൽഫ്രഡ് മാർഷൽ ഒരു വെൽഫെയർ കണക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തത്. അതുകൊണ്ട് വെൽഫെയർ ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത് ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. 1890 പബ്ലിഷ് ചെയ്തത്. വെൽഫെയർ ഡെഫിനിഷൻ ആൽഫ്രഡ് മാർഷൽ,
ഓർത്തു വെക്കേണ്ടതാണ്. മൂന്നാമത്തത് സ്കേഴ്സിറ്റി ബേസ്ഡ് ഡെഫിനിഷനാണ്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ലയണൽ റോബിൻസനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഇവിടെ ഈ ഡെഫിനിഷനിലൂടെ അദ്ദേഹം പറയുന്നത് എക്കണോമിക്സ് ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. മനുഷ്യരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന, എത്തരത്തിലുള്ള പെരുമാറ്റം, അവരുടെ ആവശ്യങ്ങളും ആ ആവശ്യ പൂർത്തീകരണത്തിന് അവർക്ക് ലഭ്യമായിട്ടുള്ള പരിമിതമായ വിഭവങ്ങളും, ആ പരിമിതമായ വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങൾ ഉണ്ട് താനും, ഇവക്കിടയിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നതാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നു. ഇപ്പോൾ ലയണൽ റോബിൻസൺ ദൗർലഭ്യ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തു. അതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ലയണൽ റോബിൻസൺ. നാലാമത്തത് ഒരു മോഡേൺ ഇക്കണോമിസ്റ്റ് പോൾ എ സാമുവൽസൺ. ഇദ്ദേഹം ഒരു നൊബൽ ലോറേറ്റ് കൂടിയാണ്. മോഡേൺ ഗ്രോത്ത് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻസ് എന്നറിയപ്പെടുന്നു. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇതൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ഈ ഡെഫിനിഷൻ ഇതുപോലെ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു ചോദ്യമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഡിഫൈൻ ചെയ്യുന്നത് വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന, വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഇക്കോണമിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഇംപ്രൂവിങ് പാറ്റേൺസ് ഓഫ് റിസോഴ്സ് അലോക്കേഷൻ, അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് കൂടി പഠനം നടത്തുന്നതാണ്. കുറച്ചുകൂടി വിശാല അർത്ഥത്തിലേക്ക് അദ്ദേഹം ഈ ഡിഫൈൻ ചെയ്തു. ഈ 4 പേരുടെയും നിർവചനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ കോമൺ ആയിട്ട് നമുക്ക് എക്കണോമിക്സിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കും. ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ദെർഫോർ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ചോയ്സ് ആൻഡ് പ്രയോറിറ്റൈസേഷൻ ഓഫ് അവർ വാണ്ട്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. ഈ 4 ഡെഫിനേഷനിൽ നിന്നും ഒരു കോമൺ ആയിട്ടുള്ള ഒരു നിർവചനം, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അപരിമിതമാണ്, അതിനൊരു അതിർത്തിയില്ല. ആൻഡ് ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, എന്നാൽ വിഭവങ്ങളോ അത് പരിമിതമാണ്, അത് വളരെ കുറച്ചേ ഉള്ളൂ. Therefore, economics is the study of choice and prioritization of our wants in the presence of scarce resources. അവിടെ പറയുന്നത് ഈ സ്കേഴ്സ് റിസോഴ്സസ് എങ്ങനെയാണ് അപരിമിതമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടയിൽ വിനിയോഗിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച്, അതിൻ്റെ ചോയ്സും അതിൻ്റെ പ്രയോറിറ്റൈസേഷനും ഒക്കെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് പഠനം നടത്തുന്നത്. അപ്പോൾ എക്കണോമിക്സ് 2 തരത്തിലുള്ള പഠനം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന് അതിസൂക്ഷ്മമായിട്ടുള്ളതും മറ്റൊന്ന് സ്ഥൂലമായിട്ടുള്ളതും. എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വിശദമായിട്ട് നോക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യരുടെ ആഗ്രഹങ്ങൾ അപരിമിതമാണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കുറച്ച് പണം കിട്ടും, ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം, സേവനങ്ങൾ വാങ്ങിക്കണം, ഒരു നല്ല വീട് വെക്കണം, വാഹനങ്ങൾ വാങ്ങിക്കണം, വിദ്യാഭ്യാസം, അങ്ങനെ പറഞ്ഞ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അതേസമയം റിസോഴ്സസ് ആർ സ്കേഴ്സ്. വിഭവങ്ങൾ, കൈവശമുള്ള വിഭവങ്ങൾ പരിമിതമാണ്. പണമാവട്ടെ, ഭൂമിയാവട്ടെ, കെട്ടിടങ്ങളോ, അങ്ങനെ ഏത് റിസോഴ്സസും അത് പരിമിതമാണ്. ആ ഉള്ള പരിമിതമായ വിഭവങ്ങൾക്കോ ദീസ് റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസേജ്. ഒരു 10 സെൻറ്റ് ഭൂമി, അതിന് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട്. വേണമെങ്കിൽ അതിലൊരു വീട് വെക്കാം, അല്ലെങ്കിൽ അവിടെ കൃഷി നടക്കാം, അല്ലെങ്കിൽ അവിടെ ഫാക്ടറി പണിയാം, അല്ലെങ്കിൽ അതൊരു കളിസ്ഥലമാക്കാം, അല്ലെങ്കിൽ പാർക്കാക്കാം. ഇതെല്ലാം കൂടി ചെയ്യാൻ സാധ്യമല്ല. ഇവിടെ റിസോഴ്സസ് സ്കേഴ്സാണ്. അതേസമയം ആ ദൗർലഭ്യം അനുഭവപ്പെടുന്ന വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുമുണ്ട്. അവിടെ ഒരു പ്രശ്നം ഉടലെടുക്കുകയാണ്. ചോയ്സ്, ഏത് തിരഞ്ഞെടുക്കണം?
ഈ 10 സെൻറ്റ് ഭൂമിയിൽ വീട് വെക്കണോ, വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ കെട്ടിടങ്ങൾ, മറ്റു ഫാക്ടറികളോ അല്ലെങ്കിൽ കളിസ്ഥലങ്ങളോ പാർക്കോ സാധ്യമല്ല. അവിടെയാണ് നമ്മുടെ കയ്യിൽ ലഭ്യമാവുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കൈവശം ലഭ്യമാവുന്ന വിഭവങ്ങൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം, അവിടെ ചോയ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇതാണ് സ്കേഴ്സിറ്റിയും ചോയ്സും, ഇതാണ് സെൻട്രൽ പ്രോബ്ലമായിട്ട് ഒരു ഇക്കോണമിയിൽ മാറുന്നത്. അങ്ങനെയാകുമ്പോൾ വിച്ച് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി, അതിനെ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുമ്പോൾ ഈ സ്കേഴ്സായിട്ടുള്ള വിഭവങ്ങളെ, അതേസമയം അതിന് ആൾട്ടർനേറ്റീവ് യൂസേജ് ഉള്ള ഈ സ്കേഴ്സ് വിഭവങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രോബ്ലം ഓഫ് റിസോഴ്സ് അലോക്കേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ 10 സെൻറ്റ് ഭൂമി എന്ത് വേണ്ടി അലോക്കേറ്റ് ചെയ്യണം, അത് ഏത് കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കണം. ഒരു രാജ്യത്തിന് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, അങ്ങനെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒക്കെ ഏത് രീതിയിലത് അലോക്കേറ്റ് ചെയ്യണം, അതൊരു പ്രശ്നമാണ്. ദെൻ പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി, കാര്യക്ഷമതയുടെ ഒരു പ്രശ്നമുണ്ട്. പ്രോബ്ലം ഓഫ് ഫുള്ളർ യൂട്ടിലൈസേഷൻ, വളരെ കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ, ഉള്ള വിഭവങ്ങൾ സ്കേഴ്സാണ്, ദൗർലഭ്യമുണ്ട്. അതേസമയം ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് അത് ഉപയോഗിക്കേണ്ടതുണ്ട്. പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഉള്ളതിനെ അപ്പാടെ ഉപയോഗിച്ച് തീർക്കുകയല്ല, അത് വളർത്തിയെടുക്കുന്നതും അത് വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നവുമുണ്ട്. സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി എന്ന് പറയുന്നിടത്ത് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. എന്തിനു വേണ്ടി ഈ വിഭവങ്ങൾ എന്തിനെല്ലാം വേണ്ടി വിനിയോഗിക്കണം. ഈ 4 കാര്യങ്ങളിൽ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ, പ്രോബ്ലം ഓഫ് റിസോഴ്സ് അലോക്കേഷൻ, ലഭ്യമായ വിഭവം, അവിടെ 3 ചോദ്യങ്ങൾ വരികയാണ്. ആ വിഭവങ്ങൾ വെച്ചുകൊണ്ട് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഹൗ ടു പ്രൊഡ്യൂസ്, അത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അതൊരു ഡിസ്ട്രിബ്യൂഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം, വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഹൗ മച്ച്, എന്ത് സാധന സേവനങ്ങളാണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്രമാത്രം. കാരണം വിഭവങ്ങൾ സ്കേഴ്സാണ്, ആഗ്രഹങ്ങൾ അപരിമിതമാണ്, ആവശ്യങ്ങൾ അപരിമിതമാണ്. അവിടെ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ആദ്യം എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അതൊരു പ്രധാനപ്പെട്ട റിസോഴ്സ് അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പ്രോബ്ലമാണ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഏത് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കണം. 2 പ്രധാനപ്പെട്ട ടെക്നിക്കുകളുണ്ട്. ഓരോ രാജ്യവും, വികസിത രാജ്യവും അവികസിത രാജ്യവും വികസ്വര രാഷ്ട്രങ്ങളും ആകുമ്പോൾ അവരുടെ ഇക്കോണമിക്ക് അനുയോജ്യമാവുന്ന രീതിയിലുള്ള ടെക്നിക്കുകളാണ് ഉപയോഗിക്കുക. ചില രാജ്യങ്ങൾ കൂടുതൽ തൊഴിലാളികൾ ലഭ്യമാവും, അവിടെ തൊഴിലാളികളെ കൂടുതൽ ഉപയോഗപ്പെടുത്തണം. മറ്റു ചില രാജ്യങ്ങളിൽ ക്യാപിറ്റൽ, മെഷീനുകൾ, മൂലധനം വളരെ ചീപ്പായിട്ട് ലഭിക്കും, അവിടെ ഉൽപ്പാദനത്തിന് അത്തരത്തിലുള്ളത് ഉപയോഗിക്കാം. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നിടത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈ ഉൽപ്പന്നങ്ങൾ അത് ആർക്കിടയിലാണ് വിതരണം ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിൽ വരുമാന വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ, ഏതൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോഴും 4 ഉൽപ്പാദന ഘടകങ്ങൾ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ, അവ കൃത്യമായിട്ട് ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ലഭിക്കുന്ന റെമ്യൂണറേഷൻ, റെൻറ്റ്, വേജ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, ഇത് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ചോയ്സ് ഓഫ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, പ്രധാനമായിട്ടും 2 ചോയ്സ് ഉണ്ട്. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ്, കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയിട്ട് കൃഷിക്ക് കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി അത്തരത്തിലുള്ളൊരു കാർഷിക വൃത്തി സാധ്യമാണ്.
മറ്റൊന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ്, കൂടുതൽ മെഷീൻ ഉപയോഗപ്പെടുത്തിയിട്ട്. ഇവിടെ ഒരുപാട് തൊഴിലാളികൾക്ക് പകരം ഒരൊറ്റ മെഷീൻ. ഇത് ഓരോ ഇക്കോണമിയുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ഉപയോഗിക്കുക. ചില സമ്പദ് വ്യവസ്ഥകളിൽ തൊഴിലാളികൾ വളരെ കുറഞ്ഞ വേതനത്തിന് ലഭ്യമായിരിക്കെ അവിടെ അത് ഉപയോഗപ്പെടുത്തുന്നു. മറ്റു ചില സമ്പദ് വ്യവസ്ഥകളിൽ മൂലധനം, മെഷീനാണ് അവിടെ ഉൽപ്പാദന ചെലവ് കുറവെങ്കിൽ അത് ഉപയോഗപ്പെടുത്തും. പിന്നീട് ഒരു ഇക്കണോമിക് ഗവൺമെൻറ്റിൻ്റെ ഒരു ടാക്റ്റിക്കിനൊക്കെ അനുസരിച്ചിരിക്കും. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമുകൾക്കനുസരിച്ച് തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കണമെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ഉപയോഗിക്കേണ്ടി വരും. കൂടുതൽ ഉൽപ്പാദനം, വളരെ കാര്യക്ഷമമായിട്ട്, പ്രോഡക്റ്റിവിറ്റി വളരെ കൂടുതലായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യം വരുമ്പോൾ അവിടെ മെഷീൻ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ചോയ്സ് ഓഫ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നിടത്ത് രണ്ട് ചോയ്സുകൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ലേബർ ഡീപ്പനിങ് ആൻഡ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതിന് ഇവിടെ നമ്മൾക്ക് ഈ രണ്ട് രീതികളാണ് പ്രധാനമായിട്ടുള്ളത്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം. ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇവിടെ പറഞ്ഞ ഇതൊരു വിതരണവുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദന ഘടകങ്ങൾക്ക്. ഇപ്പം ലാൻഡിന് റെൻറ്റ് കിട്ടും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും, ലേബർക്ക് വേജ് കിട്ടുന്നു, ദെൻ ഓർഗനൈസർക്ക് പ്രോഫിറ്റും ലഭിക്കുന്നു. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിൽ റെമ്യൂണറേഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളത് അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാലറിയാം, ഒരേ ഭൂമി തന്നെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ഭൂമിക്ക് തന്നെ പാർക്കുകളായി മാറാം, ഫാക്ടറികൾ പണിയാൻ ഉപയോഗിക്കാം, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം, മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒരു തുണ്ട് ഭൂമി തന്നെ വ്യത്യസ്തങ്ങളാവുന്ന ഉൽപ്പാദനങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കാൻ സാധിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇതിന് വ്യത്യസ്ത സാധ്യതകളാണുള്ളത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുക. അവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് എന്ന് പറയുന്നിടത്ത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപ്പാദന സാധ്യതാ വക്രം, മറ്റൊരു രീതിയിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നുകൂടി പറയും. ഉൽപ്പാദന സാധ്യത അതിരുകൾ, ഉൽപ്പാദന സാധ്യതാ വക്രം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ PPF എന്നും പറയാറുണ്ട്. എന്താണ് പ്രൊഡക്ഷൻ ഉൽപ്പാദന സാധ്യത വക്രം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് ആൻ ഇക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ദ ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി. നോട്ട് ചെയ്ത് വെക്കണം. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്കൊരു ഷെഡ്യൂൾ നോക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ ഒരു ഉൽപ്പാദന സാധ്യത പട്ടികയാണ്. ഒരു രാജ്യത്ത് ലഭ്യമായിട്ടുള്ള മുഴുവൻ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് സാധനങ്ങളാണ്: കോൺ ആൻഡ് കോട്ടൺ, ചോളവും പരുത്തിയും. അവിടെ ലഭ്യമായിട്ടുള്ള മുഴുവൻ വിഭവങ്ങളും വിനിയോഗിച്ചാൽ ഇവിടെ ഒരു അസംഷൻ ഉണ്ടായിരിക്കണം, ഒരു സങ്കല്പം വെക്കുകയാണ്, രണ്ട് വസ്തുക്കൾ മാത്രം. ഇങ്ങനെ പിന്നീട് അത് 3ഉം 4ഉം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. 3ഉം 4ഉം 5ഉം ഒക്കെ ഉൽപ്പാദനത്തിലേക്ക് എടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ വളരെ ലളിതമായിട്ട് അത് മനസ്സിലാക്കാൻ, നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ രണ്ട് വസ്തുക്കൾ മാത്രം എടുക്കുക, കോണും കോട്ടണും. ലഭ്യമായ മുഴുവൻ വിഭവവും വിനിയോഗിച്ചാൽ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ABCDE. എ എന്ന് പറയുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് ലഭ്യമായ മുഴുവൻ വിഭവവും ഉപയോഗിച്ചു ഉൽപ്പാദനം നടത്തുകയാണെങ്കിൽ 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ അതേസമയം കോൺ എന്ന് പറയുന്നത് 1 യൂണിറ്റ് പോലും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. കാരണം 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ മുഴുവൻ വിഭവവും വിനിയോഗിച്ചു കഴിഞ്ഞു. ഇതൊരു സാധ്യതയാണ്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് 9 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാം, 1 യൂണിറ്റ്
കോൺ ഉൽപ്പാദനത്തിന് വേണ്ടി ആ വിഭവം അലോക്കേറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് 7 യൂണിറ്റ് കോട്ടൻ്റെ ഉൽപ്പാദനം കുറച്ചു കൊണ്ടുവരികയാണ്. അതേസമയം കോണിൻ്റെ ഉൽപ്പാദനം 2 യൂണിറ്റ് അങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? വിഭവങ്ങൾ പരിമിതമാണ്. ഉള്ള വിഭവം മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഉൽപ്പാദന സാധ്യതകൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മറ്റൊരു വസ്തു കുറച്ചേ പറ്റൂ. രണ്ടും ഒരുപോലെ ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല. ഇനിയും ശ്രദ്ധിച്ചു നോക്ക്, കോട്ടൺ 4 യൂണിറ്റായിട്ട് കുറക്കുമ്പോൾ കോൺ ഉൽപ്പാദനം 3 യൂണിറ്റായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. കോട്ടൻ്റെ ഉൽപ്പാദനം 1 യൂണിറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ പൂർണ്ണമായും ലഭ്യമായ വിഭവങ്ങൾ ഇ എന്ന് പറയുന്ന കോമ്പിനേഷൻ 4 യൂണിറ്റ് കോൺ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇവിടെ എ ബി സി ഡി ഇ എന്ന് പറയുന്ന 5 കോമ്പിനേഷനുകളിൽ എയും ഇയും പരിശോധിച്ചാൽ എ കോമ്പിനേഷൻ പറയുന്നത് വിഭവം പൂർണ്ണമായും ഉപയോഗിക്കുന്നത് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാനാണ്. ഇ എന്ന് പറയുന്ന കോമ്പിനേഷൻ പറയുന്നത് ലഭ്യമായ വിഭവം പൂർണ്ണമായും വിനിയോഗിക്കുന്നത് കോൺ ഉൽപ്പാദനത്തിനാണ്. പിന്നീട് അതിനിടയിൽ കിടക്കുന്ന ബിയും സിയും ഡിയും, ഇവിടെ ബിയിൽ നിന്ന് ഡിയിലേക്ക് എത്തുമ്പോൾ കോട്ടൺ ഉൽപ്പാദനം കുറച്ചാലേ കോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം വിഭവം സ്കേഴ്സാണ് എന്നതുകൊണ്ടാണ്. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ എ ടേബിൾ ഷോയിങ് ദ കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗിവൺ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ആൻഡ് എ ഗിവൺ സ്റ്റോക്ക് ഓഫ് ടെക്നോളജിക്കൽ നോളജ് ഈസ് കാൾഡ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ. ഇത്രയേ അത് പറയുന്നുള്ളൂ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുന്നത്, ഉൽപ്പാദന സാധ്യതാ പട്ടിക എന്ന് പറയുന്നത് അതൊരു ടേബിളാണ്. അവിടെ വ്യത്യസ്ത സാധ്യതകളെ കാണിക്കുകയാണ്. 2 വസ്തുക്കൾ എ മുതൽ നേരത്തെ കണ്ടു സിയും ഡിയും ഇയും വരെയുള്ള ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ പൂർണ്ണമായി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന 2 ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകളെയാണ് അവിടെ കാണിച്ചത്. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആ ഷെഡ്യൂള് നേരത്തെ കണ്ട ഷെഡ്യൂളാണിത്. പോസിബിലിറ്റീസ് കോണും കോട്ടനും. ഈ ഷെഡ്യൂളിനെ ഡയഗ്രാമാറ്റിക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്, ഉൽപ്പാദന സാധ്യതാ വക്രം. ഇവിടെ കൊടുത്ത അതേ കോമ്പിനേഷൻസ് ആണ് ഇവിടെ വൈ ആക്സിസിലേക്ക് കോട്ടണും എക്സ് ആക്സിസിൽ കോണും കൊടുത്തു. ഈ പ്രസൻറ്റേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. എ എന്ന് പറയുന്ന കോമ്പിനേഷൻ 10 യൂണിറ്റ് കോട്ടൺ വൈ ആക്സിസിൽ നോക്കിയാൽ അറിയാം. കോൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബി എന്ന് പറയുന്ന പോയിൻ്റ് നോക്കൂ, അവിടെ 9 യൂണിറ്റ് കോട്ടൺ, എന്നാൽ എക്സ് ആക്സിസിലോ 1 യൂണിറ്റ് കോണേ ഉൽപ്പാദനം സാധ്യമാവുള്ളൂ. സി എന്ന് പറയുന്നിടത്തേക്ക് 7 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ 2 യൂണിറ്റ് കോൺ ഉൽപ്പാദനം. ഇങ്ങനെ എ ബി സി ഡി ഇ ഇങ്ങനെ വിവിധ ഉൽപ്പാദന സാധ്യതകളെ ചേർത്ത് ഡയഗ്രം രൂപത്തിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഉൽപ്പാദന സാധ്യതാ വക്രം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും ഇതിനെ പറയാറുണ്ട്. ഇനി ശ്രദ്ധിച്ചു നോക്ക്, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് വരുന്നുണ്ട്. എഴുതി വെക്കണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കോസ്റ്റ് ഓഫ് having a little more of one good in term of the amount of the other good that has to be sacrificed, or it is the value of the next best alternative foregone. ഞാൻ പറഞ്ഞു തരാം, നോട്ട് ചെയ്ത് വെക്കണം. അവസര ചിലവ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ മറ്റൊരു വസ്തു അതിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരുന്നു. നേരത്തെ കണ്ട ഷെഡ്യൂൾ പരിശോധിച്ചാൽ കോട്ടൺ 10 യൂണിറ്റിൽ നിന്ന് 9 യൂണിറ്റായിട്ട് കുറയ്ക്കുമ്പോഴാണ് കോൺ എന്ന് പറയുന്നത്
1 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. അതുപോലെ കോട്ടൺ 9 നിന്ന് 7 യൂണിറ്റായിട്ട് കുറക്കുമ്പോഴാണ് കോൺ 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ ഉൽപ്പാദനം കുറക്കുമ്പോഴാണ് കോണിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ സാധിക്കൂ. എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ മറ്റൊരു വസ്തുവിൻ്റെ ഉൽപ്പാദനം ത്യജിക്കേണ്ടി വരുന്നു, വിട്ടുകൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ വിട്ടുകൊടുത്തത് എന്താണോ അതാണ് ഉൽപ്പാദിപ്പിച്ച വസ്തുവിൻ്റെ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ കോൺ. അവിടെ കണ്ടതുപോലെ കോൺ ഉൽപ്പാദിപ്പിക്കാൻ കോട്ടൻ്റെ ഉൽപ്പാദനം കുറച്ചു. കോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലോ ആ കോട്ടൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാമായിരുന്നു. അങ്ങനെ ഒരു അവസരം ഒഴിവാക്കിയിട്ടാണ് കോൺ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചത്. അപ്പോൾ കോണിൻ്റെ അവസരാത്മക ചിലവ് എന്ന് പറയുന്നത് കോട്ടൻ്റെ ഉൽപ്പാദനം മാറ്റിവെച്ചതാണ്. ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അവിടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ട്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ additional cost in terms of a number of units of good sacrificed to produce an extra unit of the other good. ഇത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്കൊരു ഷെഡ്യൂളായിട്ട് ഇത് കൃത്യമാക്കാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ കണ്ട അതേ പോസിബിലിറ്റീസാണ്. എ ബി സി ഡി ഇ. കോൺ 0 1 2 3 4, കോട്ടൺ 10 9 7 4 0. ഇനി MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ കോൺ എന്നുള്ളതിന് എക്സും കോട്ടൺ എന്ന് പറയുന്നതിന് വൈയും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ വൈ MOC ഓഫ് എക്സ്, കോണിൻ്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ചേഞ്ച് ചെയ്ത വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ചെയ്ത എക്സ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ കോട്ടൺ 10 ആണ്. അവിടെ നിന്ന് ബിയിലേക്ക് വന്നപ്പോൾ കോട്ടൺ 9 ആയി. അവിടെ ചേഞ്ച് ചെയ്തത് 1 യൂണിറ്റാണ്. അവിടെ സംഭവിക്കുന്നത് കോണോ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0യിൽ നിന്ന് 1 ആയി എന്ന് പറയുമ്പോൾ അവിടെയും ചേഞ്ച് ചെയ്തത് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു 1. അതാണ് ബി എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നേരെ 1 വന്നിരിക്കുന്നത്. ഇനി MOC 1 വന്നിരിക്കുന്നത്. ഇനി കോട്ടൺ 9ൽ നിന്ന് 7 ആവുന്നു. 9 യൂണിറ്റിൽ നിന്ന് 7 യൂണിറ്റ്, 2 യൂണിറ്റാണ് കോട്ടൻ്റെ ഉൽപ്പാദനം ചേഞ്ച് ചെയ്തത്. 9ൽ നിന്ന് 7 ആയി. എന്നാൽ കോണിൻ്റെ ഉൽപ്പാദന 1 യൂണിറ്റാണ് ചേഞ്ച് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത വൈ എന്ന് പറയുന്നത് 2 യൂണിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ചെയ്ത എക്സ് എന്ന് പറയുന്നത് 1 യൂണിറ്റ്, 2/1 2. അതാണ് സി എന്ന് പറയുന്നതിന് നേരെ MOC വന്നിരിക്കുന്നത് 2 എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് 7ൽ നിന്ന് 4 ആകുമ്പോൾ 3 യൂണിറ്റ് വൈയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. 2ൽ നിന്ന് 3 ആകുമ്പോൾ എക്സിൽ 1 യൂണിറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. തുടർന്ന് നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും. ഇത് നിങ്ങൾ നോട്ടിൽ പൂർത്തിയാക്കണം. അവിടെ മനസ്സിലാക്കേണ്ടത് എക്സിൻ്റെ അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വൈയുടെ അധിക യൂണിറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അധിക യൂണിറ്റ് എക്സ് ഉൽപ്പാദിപ്പിക്കാൻ അധികമായ യൂണിറ്റുകൾ വൈ ത്യജിക്കുമ്പോൾ ഇവിടെ സംഭവിച്ച അവസരാത്മക ചിലവുകളിനെയാണ് സീമാന്ത അവസരാത്മക ചിലവ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ഷെഡ്യൂൾ പ്രകാരം അത് പൂർത്തിയാക്കാൻ സാധിക്കും. ഇവിടെ കാണുന്നത് MOC എന്ന് പറയുന്നത് 1 2 ഇനി ചെയ്തു പോകുമ്പോൾ 3 4 അങ്ങനെ കിട്ടും. അത് ഇൻക്രീസിങ് ആണ്. 1 2 3 4. MOC ഇൻക്രീസിങ് ആവുമ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് കോൺകേവ് ആയിരിക്കും. ഇവിടുത്തെ ആദ്യത്തെ ഷേപ്പ് കണ്ടാൽ അറിയാം, കോൺകേവ്. MOC ഡിക്രീസ് ചെയ്യാം. അങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പോൾ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ അവിടുത്തെ PPC കർവ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ആയിരിക്കും. MOC കോൺസ്റ്റൻ്റ് ആകും, ലീനിയർ ആകുമ്പോൾ അവിടെ PPC എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് ലീനിയർ ആയിരിക്കും. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ അവിടെ ലഭ്യമായ മുഴുവൻ വിഭവവും ഉപയോഗപ്പെടുത്തിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കോട്ടണും കോണും 2 വസ്തുക്കൾ,
അതിൻ്റെ വിവിധ സാധ്യതകളാണ് എ, ബി, സി, ഡി, ഇ. അതിനെ ചേർത്ത് വരച്ചതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ടാവും, എഫ്. അങ്ങനെ ഒരു ഉൽപ്പാദനം നടക്കുമല്ലോ. അങ്ങനെ ഒരു ഉൽപ്പാദനം നടത്തിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവിടെ അത്തരത്തിൽ ഉൽപ്പാദനം നടത്തിക്കഴിഞ്ഞാൽ ഇത് അണ്ടർ യൂട്ടിലൈസേഷനാണ്. എന്ന് പറഞ്ഞാൽ ലഭ്യമായ മുഴുവൻ വിഭവവും വിനിയോഗിച്ചില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിഭവങ്ങൾ അലസമായി കിടക്കുന്നു. ഇത് നല്ലതല്ല. അണ്ടർ യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൽ ഒരു ഭാഗത്ത് വിഭവങ്ങൾ എന്ന് പറയുന്നത് സ്കേഴ്സാണ്. ആ സ്കേഴ്സായ വിഭവങ്ങളിൽ തന്നെ കുറച്ചു മാത്രം ഉപയോഗപ്പെടുത്തുമ്പോൾ ആ രാജ്യത്തിന് വളർച്ച എന്ന് പറയുന്നത് നേടുക സാധ്യമല്ല. ഇനി ജി എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് മുകളിലായിട്ട് പുറത്തായിട്ട് കിടക്കുന്ന ജി എന്ന് പറയുന്ന പോയിന്റ്. അത്രമാത്രം ഉൽപ്പാദനം നടത്താൻ ഈ രാജ്യത്ത് വിഭവവുമില്ല. അത്തരം ഉൽപ്പാദനം നടക്കണമെങ്കിൽ ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യണം, ഗ്രോത്ത് ഉണ്ടാവണം. എഫ് എന്ന് പറയുന്നത് അണ്ടർ യൂട്ടിലൈസേഷനാണ് റിസോഴ്സസിൻ്റെ. ജി എന്ന് പറയുന്നത് നമ്മൾക്ക് അത്തരത്തിലേക്ക് ഉൽപ്പാദനത്തിൽ സാധ്യമല്ലാത്തൊരു പോയിന്റ് കൂടിയാണ്. ഇവിടെയാണ് ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എ ബി എന്ന് പറയുന്നത് A1 B1 എ ബി A2 B2. ഇവിടെ സെൻറ്ററിൽ കിടക്കുന്ന എ ബി എന്ന് പറയുന്നത് ഉൽപ്പാദന സാധ്യതാ വക്രം. ഇനി A1 B1 എന്ന് പറയുന്ന ഉൽപ്പാദന സാധ്യതാ വക്രത്തിലേക്ക് പോകണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ, റിസോഴ്സസ് എന്ന് പറയുന്നത് വർദ്ധിച്ചിരിക്കണം. അത് ഗ്രോത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. എ ബി എന്ന് പറയുന്ന ഉൽപ്പാദന സാധ്യതാ വക്രത്തിൽ നിന്ന് A2 B2യിലേക്ക് വരുമ്പോൾ അവിടെ റിസോഴ്സസ് ഷ്രിങ്ക് ചെയ്യുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് അണ്ടർ യൂട്ടിലൈസേഷൻ, ആ ഉൽപ്പാദന സാധ്യതത്തിൻ്റെ ആ എ ബി എന്ന് പറഞ്ഞ ഉൽപ്പാദന സാധ്യതാ വക്രത്തിന് അകത്ത് കിടക്കുന്ന പോയിന്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ ചാപ്റ്ററിലെ ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ ഫസ്റ്റ് ഇയറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് ഈ മാർക്കറ്റ് ഇക്കോണമി, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി. പേര് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി എന്നായിരുന്നെങ്കിലും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ അവിടെയും പഠിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത് ഇന്ന മാർക്കറ്റ് ഇക്കോണമി, ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് ത്രൂ ദ മാർക്കറ്റ്. അവിടെ ഗവൺമെൻറ്റിന് യാതൊരുവിധ റോളുമില്ല. കമ്പോളമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നതും ഇക്കണോമിക് ആക്ടിവിറ്റീസൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. കമ്പോളം എന്ന് പറയുമ്പോൾ അതൊരു സിറ്റുവേഷനാണ്. അത് പ്രത്യേകിച്ച് ഒരു സ്ഥലമായിക്കൊള്ളണമെന്നില്ല. വാങ്ങുന്നവരും വിൽക്കുന്നവരും നേരിട്ട് കണ്ടുകൊള്ളണമെന്നില്ല. ഈ ആധുനിക യുഗത്തിൽ ഓൺലൈൻ മാർക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിലേക്കാണ് എക്കണോമിക്സിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്, അവിടെ നമുക്കത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഇക്കോണമി, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ടാവും. സ്വകാര്യ സ്വത്തവകാശങ്ങൾ അത്തരം ഇക്കോണമിയിൽ കാണാം. ഓരോരുത്തരുടെയും സ്വന്തം പേരിൽ കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, മറ്റു സ്വത്തുക്കൾ, ഇതൊക്കെ അനുവദനീയമായിരിക്കും. പ്രോഫിറ്റ് മോട്ടീവാണ്. ലാഭം ലക്ഷ്യമാക്കിയിട്ടാണ് ഓരോരുത്തരും ഉൽപ്പാദനം, വിതരണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദെൻ അവിടെ വില നിശ്ചയിക്കുന്നത് പ്രൈസ് മെക്കാനിസം. ഉൽപ്പാദകരുമല്ല, വാങ്ങുന്നവരുമല്ല. ഇവ രണ്ടും ചേർന്ന് അവിടെ ഒരു ഇൻ്ററാക്ഷൻ്റെ ഭാഗമായിട്ടാണ് വില നിശ്ചയിക്കപ്പെടുന്നത്. ദെൻ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഫീച്ചേഴ്സ് നോക്ക്. അവിടെ പബ്ലിക് ഓണർഷിപ്പ് ആയിരിക്കും. സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് അത്തരം ഇക്കോണമിയിൽ കാണില്ല. പൊതുമുതലായിരിക്കും. എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള പൊതുമുതലുകളാണ്. സ്വകാര്യ സ്വത്ത് അവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ദെൻ ലാഭമല്ല അവിടുത്തെ ലക്ഷ്യം. പ്രധാനമായിട്ട് അവിടുത്തെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ക്ഷേമമാണ്, വെൽഫെയർ ലക്ഷ്യമാക്കിയിട്ടാണ് അവിടുത്തെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് അതുപോലെ പ്ലാനിങ്, ഇതിനൊക്കെ കാര്യമായിട്ടുള്ള റോളുകൾ അത്തരം ഇക്കോണമിയിൽ കാണാം. മിക്സഡ് ഇക്കോണമി നമ്മുടെ ഇന്ത്യ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് കാണാൻ പറ്റും. അവിടെ പബ്ലിക്കും പ്രൈവറ്റും ഉണ്ട്. സ്വകാര്യ സ്വത്ത് കൈവശം വെക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും പറ്റും. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പൊതുമുതലുകളും നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കും. ലാഭം ലക്ഷ്യമാക്കിയിട്ടും ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടും പ്രോഫിറ്റും ആൻഡ് വെൽഫെയറും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. പ്രൈസ് മെക്കാനിസവും അതുപോലെ പ്ലാനിങ്ങും ഇവിടെ ഈ പ്രൈസ് മെക്കാനിസവും പ്ലാനിങ്ങും
നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഈ കോ എക്സിസ്റ്റൻസ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം, ദാറ്റ് ഈസ് മിക്സഡ് ഇക്കോണമി. ഇതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി വെക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് ഇക്കണോമിക്സും നോർമേറ്റീവ് ഇക്കണോമിക്സും. അപ്പോൾ പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അതൊരു പഠന രീതിയാണ്. എക്കണോമിക്സിൽ കാരണങ്ങൾ വെച്ച് പഠിക്കാറുണ്ട്. ഇപ്പം കോസ് ആൻഡ് കോൺസിക്വൻസസ് നോക്കും. ഇത് പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. ഒരു സാധനത്തിൻ്റെ വില വർദ്ധിക്കാനുണ്ടായ കാരണം എന്താണ്, അതുപോലെ ഒരു വസ്തുവിൻ്റെ സപ്ലൈ കുറയാനുണ്ടായ കാരണം എന്താണ്, അങ്ങനെ പറയുന്നതൊക്കെ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടുള്ള പഠനം എക്കണോമിക്സിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. അത്തരം ഇക്കണോമിക് സ്റ്റഡിയാണ് പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് നടത്തുക, ഇവാലുവേഷൻ നടത്തലാണ്. ഇപ്പോൾ വില വർധനവിൻ്റെ ഭാഗമായിട്ട് ഈ സമൂഹത്തിലുണ്ടായ പ്രധാനപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ എഫക്റ്റുകളെക്കുറിച്ച്, അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് നോർമേറ്റീവ് ഇക്കണോമിക്സ് പഠനം നടത്തും. നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് പഠനം നടത്തുന്നത് അതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റാണ് നടത്തുക, ഒരു ഇവാലുവേഷൻസ് ആണ് നടത്തുക. കാര്യകാരണങ്ങളല്ല, അതുണ്ടാക്കിയ ഇമ്പാക്റ്റുകളെക്കുറിച്ചും കൂടി അത് പറയും. ഇപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളത് പോസിറ്റീവ് ഇക്കണോമിക്സ് പഠനം നടത്തുമ്പോൾ ആ ദാരിദ്ര്യം സൃഷ്ടിക്കപ്പെട്ട സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് ഈ നോർമേറ്റീവ് ഇക്കണോമിക്സ് പഠനം നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പോസിറ്റീവ് ഇക്കണോമിക്സും നോർമേറ്റീവ് ഇക്കണോമിക്സും ഒരു കൃത്യമായിട്ടൊരു അതിർവരമ്പിട്ടുകൊണ്ട് ഇതാണ് പോസിറ്റീവ് ഇക്കണോമിക്സ് സ്റ്റഡി, ഇതാണ് നോർമേറ്റീവ് ഇക്കണോമിക്സ് അനാലിസിസ് എന്ന് പറഞ്ഞ് വേർതിരിച്ചുകൊണ്ട്, പൂർണ്ണാർത്ഥത്തിൽ വേർതിരിച്ചുകൊണ്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് രണ്ടും ഒരു ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതും കൂടിയാണ്. ഇനി അവിടെ പറയുന്നത് മൈക്രോ എക്കണോമിക്സ്, അതുപോലെ മാക്രോ എക്കണോമിക്സ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ദ വേർഡ് മൈക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് മൈക്രോസ്. മൈക്രോസ് എന്ന വേർഡിൽ നിന്നാണ് മൈക്രോ എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. മൈക്രോസ് എന്ന് പറയുമ്പോൾ സ്മോൾ. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി. ഇതിന് മറ്റൊരു പേരാണ് പ്രൈസ് തിയറി. അതുപോലെ ദ തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ്, ദ തിയറി ഓഫ് വെൽഫെയർ. ഇതൊക്കെ നമ്മൾ ഇനിയും വിശദമായിട്ട് അതിനെക്കുറിച്ച് വരും ചാപ്റ്ററുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. ഈ തിയറികളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് എ കൺസ്യൂമർ. ഒരു ഉപഭോക്താവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇക്കണോമിക്സിൽ അത് മൈക്രോ ലെവലിലുള്ള പഠനമാണ്. ഓർ എ പ്രൊഡ്യൂസർ, ഒരു ഉൽപ്പാദകൻ. ഓർ ദ ഇൻഡിവിജ്വൽ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്, ഒരു വസ്തുവിൻ്റെ ഇൻഡിവിജ്വൽ പ്രൈസ്. ഇറ്റ് സ്റ്റഡി ദ തിയറീസ് ഓഫ് ഡിമാൻഡ്, പ്രൊഡക്ഷൻ, കോസ്റ്റ്. ഇതൊക്കെ മൈക്രോ എക്കണോമിക്സിൽ ഭാഗമായിട്ട് വരുന്ന പഠനങ്ങളാണ്. ഇപ്പോൾ ഡിമാൻഡിനെക്കുറിച്ചും ഉൽപ്പാദനത്തെക്കുറിച്ചും ചിലവിനെക്കുറിച്ചും ഒക്കെ പഠനം നടത്തുന്നത് മൈക്രോ ആണ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് എൻ ഇക്കോണമി. മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് എൻ ഇക്കോണമി, ദാറ്റ് ഈസ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ദ വേർഡ് മാക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് മാക്രോസ്, മീൻസ് ലാർജ്. മാക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് അഗ്രിഗേറ്റ് എക്കണോമിക്സ്, ഇൻകം തിയറി, എംപ്ലോയ്മെൻറ്റ് തിയറി. ഇതൊക്കെ മാക്രോ എക്കണോമിക്സിലാണ് പഠനം നടത്തുക. അപ്പോൾ വരും ഇൻകം തിയറിയും നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, അങ്ങനെ പറയുന്നതൊക്കെ മാക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടാണ്. അത് സ്ഥൂലമായിട്ട് മൊത്തമായിട്ട് എടുത്ത് പഠനം നടത്തുന്ന. ഇറ്റ് സ്റ്റഡീസ് ദ ഇക്കോണമി ആസ് എ ഹോൾ, നാഷണൽ ഇൻകം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, ജനറൽ പ്രൈസ് ലെവൽ, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്, അതുപോലെ മോണിറ്ററി തിയറി, ട്രേഡ് സൈക്കിൾ, ഇൻ്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരം, അങ്ങനെയുള്ളതൊക്കെ മാക്രോ എക്കണോമിക്സിൻ്റെ കീഴിലാണ് അത് പഠനം നടക്കുന്നത്. ഇപ്പോൾ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് രണ്ട് ബ്രാഞ്ചാണ്. ഇക്കണോമിക്സിൻ്റെ രണ്ട് ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും നടത്തുന്നത്. ഇവിടെയും മനസ്സിലാക്കേണ്ടത് മൈക്രോയും മാക്രോയും തമ്മിൽ തുല്യമായി വേർതിരിച്ചുകൊണ്ട് നിർത്തിക്കൊണ്ടൊരു പഠനം നടത്താൻ പറ്റില്ല. അപ്പോൾ അത് നമ്മുടെ നോർമൽ സെൻസിലേക്ക് എടുക്കുമ്പോൾ പൊതുവെ പറയാറുണ്ട്, ഒരു കാടിനെക്കുറിച്ച് പഠനം നടത്തുന്നത് മാക്രോ ആണെങ്കിൽ ആ കാട്ടിലെ ഒരു മരത്തെക്കുറിച്ച് മാത്രം പഠനം നടത്തുക, അത് മൈക്രോ ആയിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുകയാണ്. ഒരു കാട്ടിൽ നിന്ന് ഒരു മരത്തെ എടുത്ത് പഠനം നടത്തുമ്പോൾ അത് മൈക്രോയും അതുപോലെ കാടിനെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അത് മാക്രോയുമാണ്. എക്കണോമിക്സിൽ ഒരു ഇക്കോണമിയെ മൊത്തമായിട്ട് എടുത്ത് പഠനം നടത്തുന്നതിനെ മാക്രോ ലെവലിൽ വരുമ്പോൾ ആ ഇക്കോണമിയിലെ ഒരു ഉൽപ്പാദകൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്,
ഒരു ഉപഭോക്താവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച്, അങ്ങനെ പറയുന്ന പഠനങ്ങൾ നടക്കുന്നതൊക്കെ മൈക്രോയുമായിട്ടാണ് വരുന്നത്. ഇവിടെ മൈക്രോ മാക്രോ അതിനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുന്നത് റാഗ്നർ ഫിഷാണ് 1933. അപ്പം മൈക്രോ എന്ന് പറയുന്നത് സൂക്ഷ്മ തലത്തിലെടുത്ത് ഇക്കോണമിയെ പഠനം നടത്തുമ്പോൾ, ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ പഠനം നടത്തുമ്പോൾ, മാക്രോ എന്ന് പറയുന്നത് സ്ഥൂല തലത്തിലാണ് ഇതിനെ പഠനം നടത്തുന്നത്. ഇനി ചില മൈക്രോ മാക്രോ കൺസെപ്റ്റുകൾ നോക്കാം. ഇപ്പം മൈക്രോയിൽ പ്രൈസ് തിയറി, അത് മൈക്രോയിൽ വരുന്നതാണ്. പ്രൈസ് ഓഫ് എ പെൻസിൽ, അതുപോലെ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, ഔട്ട്പുട്ട് ഓഫ് എ ഫേം, വേജ് റേറ്റ്, റെൻറ്റ് ഫോർ എ ഹൗസ്, പ്രൈസ് ഓഫ് എ കാർ, ഡിമാൻഡ് ഓഫ് പെട്രോൾ, കോസ്റ്റ് ഓഫ് ബൈക്ക്, ഇങ്ങനെ പറയുന്നതൊക്കെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ മൈക്രോയിലാണ് വരുന്നത്. ഇതൊക്കെ ഇൻഡിവിജ്വൽ സ്റ്റഡിയാണ്. എന്നാൽ മാക്രോയുടെ ഭാഗത്തേക്ക് നോക്കൂ. ഇൻഫ്ലേഷൻ, രാജ്യത്തെ നാണ്യപ്പെരുപ്പം, GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം ചോദനം, ഫുൾ എംപ്ലോയ്മെൻറ്റ്, രാജ്യത്തെ തൊഴിൽ നിലവാരത്തെക്കുറിച്ച്, ജനറൽ പ്രൈസ് ലെവൽ, പൊതുവില നിലവാരത്തെക്കുറിച്ച്, മോണിറ്ററി പോളിസി ഓഫ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന ധനപരമായിട്ടുള്ള നയങ്ങളെക്കുറിച്ച്, ഫിസിക്കൽ പോളിസി ഓഫ് ഗവൺമെൻറ്റിൻ്റെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ, ടോട്ടൽ സേവിങ്, ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ പറയുന്നതൊക്കെ മാക്രോ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠനത്തിന് കീഴിൽ വരുന്നതാണ്. അപ്പം മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും എന്ന് പറയുന്നത് രണ്ട് ബ്രാഞ്ചുകളാണെങ്കിലും ഇവ രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. പൂർണ്ണമായിട്ടും വേർതിരിച്ച് നിർത്താൻ നമ്മൾക്ക് പൂർണ്ണമായിട്ടും സാധ്യവുമല്ല. ഇത് രണ്ടും കോ എക്സിസ്റ്റിംഗ് ആണ്. ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു വര വരച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ മൈക്രോ ആണ് ഇതൊക്കെ മാക്രോ ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ മൈക്രോയിൽ വരാവുന്ന പ്രധാനപ്പെട്ട പഠന മേഖലകൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതൊക്കെ, സിംഗിൾ യൂണിറ്റ് ആയിട്ടുള്ളതൊക്കെ മൈക്രോയിലും, അഗ്രിഗേറ്റ് ആയിട്ടുള്ള, സമ്മേറ്റീവ് ആയിട്ടുള്ള, ടോട്ടൽ ആയിട്ടുള്ള, ഹോളിസ്റ്റിക് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ മാക്രോയിലുമാണ് വരിക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കുറച്ച് കീ കൺസെപ്റ്റ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് കാണാമല്ലോ. കൺസംഷൻ, സ്കേഴ്സിറ്റി, മാർക്കറ്റ്, മിക്സഡ് ഇക്കോണമി, മൈക്രോ ഇക്കണോമിക്സ്, അങ്ങനെ പറയുന്ന കുറേ പദങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ടിലേക്ക് ഈ പദങ്ങൾ എഴുതിയിട്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതവിടെ നോട്ടിൽ കുറിച്ച് വെക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്പോളം, നമ്മൾ പണ്ടും കേട്ട ഒരു പദമാണ്. പക്ഷെ മാർക്കറ്റ് എന്ന് പറയുന്നത് എക്കണോമിക്സിൽ ഒരു പ്രത്യേക സ്ഥലമോ ആ സ്ഥലത്ത് വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒത്തുചേരുന്നതല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ലൈഫിൽ അങ്ങനെയാണ് മാർക്കറ്റ് എന്ന് പറയാറ്. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അതൊരു സിറ്റുവേഷനായി മാറുകയാണ്. അപ്പോൾ ഓൺലൈൻ മാർക്കറ്റും എക്കണോമിക്സിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പോൾ വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ കാണുക പോലും ചെയ്യാറുണ്ട്. ഇഫക്റ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അപ്പോൾ അവിടെ ഒരുമിച്ച് കണ്ടുകൊള്ളണമെന്നില്ല, ഒരേ സ്ഥലത്ത് തന്നെ വന്നുകൊള്ളണമെന്നില്ല. ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിങ്ങുകളൊക്കെ ഇതിലേക്ക് വരുന്നതാണ്. ഇതിലിപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അവസരാത്മക ചിലവ്, ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ പദങ്ങളും എഴുതി അതിനെ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്, നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞതിനനുസരിച്ച് അതിനെ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്നുള്ളത് നിങ്ങളുടെ വർക്കിലേക്ക് എഴുതണം. അതാണ് ഒരു വർക്ക്. രണ്ടാമത്, ഇവിടെ 8 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 5ാമത്തെ ഒരു ചോദ്യം നോക്കൂ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആൻഡ് എ മാർക്കറ്റ് ഇക്കോണമി. ഇപ്പോൾ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയും മാർക്കറ്റ് ഇക്കോണമിയും എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ഇക്കോണമിയും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് എഴുതുക. അപ്പോൾ അത് ആ ഒരു രീതിയിൽ നിങ്ങളത് അവിടെ നിങ്ങളുടെ നോട്ടിലേക്ക് അതൊരു വർക്കാക്കിയിട്ട് എഴുതണം. അതുപോലെ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ പോസിറ്റീവ് ഇക്കണോമിക്സ് അനാലിസിസ്, നോർമേറ്റീവ് ഇക്കണോമിക് അനാലിസിസ്, ഇതെന്താണെന്നുള്ളതിനെക്കുറിച്ച്, അതുപോലെ മൈക്രോ മാക്രോ, ഇതിൻ്റെ ഒക്കെ നോട്ടുകൾ നിങ്ങളുടെ നോട്ടിലേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു വർക്കായിട്ട് തരുന്നത്. ഇത് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങളും നിങ്ങൾ നോട്ടിലേക്ക് പൂർത്തിയാക്കി വെക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.